സൂക്കുൽ ജുമാ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്. ആ ചന്തയെ പോകും, ആണുങ്ങൾ മാത്രമേ പോവുള്ളൂ. പോയിട്ട് അവിടെ ഇങ്ങനെ കുറെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ പാറുമ്പോ മേത്ത് പറ്റിയിട്ട് ഇങ്ങനെ വരും. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാതിൽ മുട്ടുമ്പോ മൈമൂൻ അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കും. മുപ്പത്തിയേര് ചോദിക്കും, അല്ല മനുഷ്യ നിങ്ങൾ തന്നെ അല്ലേ ഇത് പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോ ആളതന്നെയാണ്, പക്ഷെ ചൊർക്ക് മാറിയിട്ടുണ്ട്. ആഴ്ചക്കൊരിക്കൽ ചൊർക്ക് മാറ്റി കൊടുക്കും. അപ്പളാ മൂപ്പരിങ്ങനെ ഔത്തേക്ക് നോക്കണത്, റംലോ ഇജന്നല്ലേ ഞാൻ പോയപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇജും മാറിയിട്ടുണ്ടല്ലോ എന്നാണ്. രണ്ടാളും ആഴ്ചയിലൊരിക്കൽ ഭംഗി മാറ്റി കൊടുക്കും. ആ ഇണ ഇവിടുന്നുള്ള അതേ ഭാര്യ, ഇവിടുന്നുള്ള അതേ ഭർത്താവ്, ഒരു കുഴപ്പമുണ്ടാവില്ല. സ്വഭാവം മാറിയിട്ടുണ്ടാവും. ഈ സ്വഭാവം എന്നല്ല, ഈ കുറച്ചിടുന്ന സ്വഭാവം ഒന്നും അവിടെ ഉണ്ടാവില്ല. നല്ല സ്വഭാവമുള്ള ഇതേ മനുഷ്യൻ ഒരു കുറഞ്ഞ കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങാണ് എന്നാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഒരു ദിവസത്തിൽ ഉറങ്ങണം എന്നാണ് കണക്ക്. ആ കണക്ക് പരിഗണിക്കുകയാണെങ്കിൽ 8 8 16 8 24 ഒരു ദിവസത്തിന്റെ 1/3 ഭാഗം ഉറങ്ങുക. 8 16 24 ഒരു ദിവസത്തിന്റെ 1/3 ഭാഗം ഉറങ്ങുക. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങും. 20 40 60 ബാക്കി 40 കൊല്ലം. അതിലിപ്പോ മുഴുവൻ കാലം വിവാഹം കഴിക്കണില്ല, അതിന്റെ മുമ്പ് കുറെ കൊല്ലം, ഒരു 10 കൊല്ലം കൂട്ടിക്കോളി, ഒരു 10 കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോയി, ബാക്കി ഒരു 30 കൊല്ലം. അതിൽ പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇനിയിപ്പോ എത്ര ആയാലും ഒരു 10-30 കൊല്ലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാല് ഇവിടെയുള്ള അതേ ഭർത്താവിന്റെ പല്ലൊക്കെ നേരാക്കിയിട്ട്, ഇവിടെയുള്ള അതേ ഭാര്യന്റെ കളറും മൂക്കൊക്കെ നേരാക്കിയിട്ട് അവിടുന്ന് കിട്ടും. അതുവരെയാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് വെച്ചാൽ തന്നെ വാസ്തവത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ല വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വാദത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ ഒരു 10-30 കൊല്ലം ഒന്നും ജീവിച്ചാൽ എല്ലാ നിലക്കും മനോഹരമാക്കിയിട്ട് അള്ളാഹു തആല തിരിച്ചു തരും. അത്രയാണ് നമ്മളോട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്കത് പറ്റൂലെങ്കിലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്തു. ഭാര്യ മക്കളിൽ നിന്ന് കണ്ണിന് നനവ് നൽകണേ എന്നാണ് ഇബ്രാഹിം നബി ദ്വാരക്കുന്നത്. ഭാര്യ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താന്ന് ചർച്ച ചെയ്ത മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണലാണ്. വൈകുന്നേരത്തെ അങ്ങാടി പോയിട്ട് തിരിച്ചിങ്ങനെ വന്നപ്പോ ഭാര്യ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ കണ്ണെന്ന് 2 തുള്ളി കണ്ണുനീരിന് വന്നാല് അതിന്റെ പേരാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്. ഭർത്താവ് ഇങ്ങനെ സുബീസ്കാരം കഴിഞ്ഞ് പള്ളിക്കന്ന് വന്നിട്ട് പൂമുഖത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കട്ടൻ ചായ ഏറ്റിന് വന്നപ്പോ ഭാര്യ കണ്ടപ്പോ കണ്ണെന്ന് 2 കണ്ണുനീരിന് വന്നാൽ അതിന്റെ പേരാണ് കണ്ണിന്റെ നനവ്. വൈകുന്നേരത്ത് പിടി പോയിട്ട് ഇങ്ങനെ വരുമ്പോ കുട്ടികൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു സന്തോഷത്തിന്റെ 2 കണ്ണുനീരിട്ടിയാൽ അതിനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദ്വാരുന്നത്, ആ 2 തുള്ളി കണ്ണുനീര് തരണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാവേണ്ടത് ഭാര്യയെയും ഭർത്താവിനെയും സ്വർഗത്തിൽ നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിലാണ്. ഒരു ദിവസം ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കടന്ന പാട് നബി തങ്ങൾ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അള്ളാന്റെ റസൂൽ ഉറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. കണ്ണിൽ നിന്ന് ഇറ്റി വീണ 2 കണ്ണുനീര് മുത്തുനബിയുടെ പൂമുഖത്ത് വീണപ്പോ ഞെട്ടി ഉണർന്നു. മാലക്കിയ ആയിഷു, ആയിഷ എന്തു പറ്റി? എന്തേ ആയിഷ എനിക്ക് പറ്റിയത്? നീ എന്നോട് ഒരുപാട് സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നോ? ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയതിൽ നിനക്ക് സങ്കടമായോ?
എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ, നിങ്ങൾ ഉറങ്ങിപ്പോയതിലുള്ള സങ്കടമല്ല, നിങ്ങൾ എന്റെ മടിയിൽ കിടന്നുറങ്ങുമ്പോ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നു, അള്ളാന്റെ റസൂലേ, നമ്മളെല്ലാവരും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയാൽ എനിക്കിങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കാൻ നിങ്ങളെ കിട്ടുമോ എന്ന ഒരു തോന്നൽ ഇങ്ങനെ വന്നപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ എന്ന് സയ്യിദത്തുന ആയിഷ. എനിക്ക് സങ്കടം വരികയാണ്, നമ്മൾ സ്വർഗത്തിലെത്തിയിട്ട് എനിക്കിങ്ങനെ നിങ്ങളെ മടിയിൽ തലവെച്ച് കിടക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നാലോചിച്ചിട്ട് സ്വർഗത്തിൽ നഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ സങ്കടം വരുമ്പോഴാണ് കുടുംബജീവിതം നേരാകുക. ഒരു ഭർത്താവിന് സങ്കടം വരേണ്ടത് ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ, ഭാര്യക്ക് സങ്കടം വരേണ്ടത് ഭർത്താവ് നിസ്കരിച്ചില്ലെങ്കിൽ. ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹ്ശറയിൽ പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് 50,000 കൊല്ലം. 5 കൊല്ലം കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒറ്റ നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹ്ശറയിൽ വെച്ച് 50,000 കൊല്ലം കാണാതിരിക്കേണ്ടി വരും. അതിലാണ് യഥാർത്ഥത്തിൽ സങ്കടം വരേണ്ടത്. ആ സങ്കടം ഉണ്ടെങ്കിൽ കുടുംബജീവിതം നേരാവും. ലില്ലാഹിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും പറഞ്ഞിട്ടുള്ളത്, അല്ലാത്തൊരാവശ്യത്തിനും പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ കളിച്ചിരുന്നാൽ കൂലി ലഭിക്കുമോ നബിയെ? സഹാബി ചോദിച്ചു. കിട്ടുമെന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണത്തിന്റെ ഒരു ഉരുള നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നിന്റെ റബ്ബ് അതിനും നിനക്ക് കൂലി നൽകുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാര്യം നമ്മൾ പഠിക്കാണ്ട്. പ്രായമാകുന്നതിനനുസരിച്ച് ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ വരെ നേരം കിട്ടൂല. പരസ്പരം ഒരുമിച്ചിരുന്ന് ചായ പോലും കുടിക്കൂല. അങ്ങനെ ജീവിതം പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടതാണ്. ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ 2-3 കുട്ടികളൊക്കെ ഉണ്ടായി. ഓലിങ്ങനെ അത്യാവശ്യം കുവൈത്തിലും ഖത്തറിലൊക്കെ പോയി കുറച്ചൊക്കെ കായൊക്കെ അയക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയാല് ബാപ്പാനം എല്ലാം ചവിട്ടി പുറത്താക്കും. ചവിട്ടി പുറത്താക്കാന്ന് പറഞ്ഞാല് പെരയിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പരോട് ചോദിക്കും കൂടിയില്ല. മക്കളും ഉമ്മയും കൂടിയാണ് കൂടി തീരുമാനിച്ചുകൊണ്ട് കാര്യമൊക്കെ ചെയ്യും. ബാപ്പാക്ക് ആകെ 2 ജോലിയുള്ളൂ. ഒന്ന് രാവിലെ ചന്തയിൽ പോയാണ്ട് മീൻ കൊടുന്നുതരാം, 3 വൈകുന്നേരത്ത് ടോർച്ച് കൊടുത്തുകൊണ്ട് പള്ളിക്ക് പോവുക. വേറൊന്നിനും മൂപ്പരെ പറ്റൂല. ബാക്കിയൊക്കെ ഉമ്മയും കുട്ടികളും തീരുമാനിക്കുക. നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഓരോ പരിപാടിയാണ്. വാപ്പ എന്നും വാപ്പയാണ്. വാസ്തവത്തിൽ വാപ്പ തല്ലും എന്നത് അഭിമാനത്തിന്റെ വർത്താനാണ്. വാപ്പ ചീത്തറി എന്ന് പറഞ്ഞതൊരു അഭിമാനാണല്ലോ. ആരെങ്കിലും വാപ്പ തല്ലും എന്നുള്ളത് അപമാനമായി പറയാറില്ല. ഞാനത് ചെയ്യൂല, ഞാൻ വീഡിയോ വലിക്കൂല, എന്റെ വാപ്പ തല്ലും, ഞാൻ സിഗരറ്റ് വലിക്കൂല, എന്റെ വാപ്പ ചീത്തറി എന്ന് പറയാന്ന് പറഞ്ഞ ഒരു മനുഷ്യന് അഭിമാനമുള്ള വർത്താനാണ്. പക്ഷേ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാരെ എവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ചീത്ത പറയാനും ആണല്ലോ ഒരു യോഗ്യത. ചീത്ത പറയാനും തല്ലാനും ഒരു യോഗ്യത വേണം. ആ യോഗ്യത ഉള്ള വാപ്പിയും ഉമ്മയും അവിടെ ഉള്ളത്, അതാണ് പ്രശ്നം. വാപ്പാക്ക് വാപ്പാന്റെ യോഗ്യത ഉണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ യോഗ്യത ഉണ്ടാവും. ഭാര്യക്ക് ഭാര്യന്റെ യോഗ്യത ഉണ്ടെങ്കിൽ ഭർത്താവിന് ഭർത്താവിന്റെ യോഗ്യത ഉണ്ടാവും. ഒരു മനുഷ്യന് അവനാന്റെ യോഗ്യത നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരു ബോധമില്ല. മാഷ്ക്ക് തോന്നാണ് എന്നെ കാണുമ്പോ കുട്ടികളൊന്നും നീച്ചിക്കണില്ല. കുട്ടികൾക്കല്ല യോഗ്യത ഇല്ലാത്തത്. മാഷ്ക്ക് മാഷാവാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നാതിരിക്കൂല. വാപ്പാക്ക് വാപ്പയാവാൻ യോഗ്യത ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കണ്ടാല് ബഹുമാനിക്കാതിരിക്കാൻ തോന്നൂല. സ്വന്തം യോഗ്യത. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടില് മൊല്ലാക്ക് അങ്ങനെ വരുന്ന കണ്ടാല് പീഡിയ കൊലയമ്മ ഇരിക്കാൻ തോന്നൂലായിരുന്നു. അറിയാതെ ഇങ്ങനെ പൊന്തും. എന്റെ കാര്യം, മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം. നമുക്ക് നമ്മളെ യോഗ്യത വേണം. ഭർത്താവിന് ഭർത്താവിന്റെ യോഗ്യത വേണം, ഭാര്യക്ക് ഭാര്യന്റെ യോഗ്യത വേണം, വാപ്പാക്ക് വാപ്പാന്റെ യോഗ്യത വേണം, ഉമ്മാക്ക് ഉമ്മാന്റെ യോഗ്യത വേണം, കുട്ടികൾക്ക് ഓല യോഗ്യത വേണം. ഇബ്രാഹിമിയ യോഗ്യത ഉണ്ടെങ്കിൽ വാപ്പയാകും, ഇസ്മായിലിയ യോഗ്യത ഉണ്ടെങ്കിൽ കുട്ടിയാവും, ഹാജറ ബീവിയുടെ യോഗ്യതയുണ്ടെങ്കിൽ ഭാര്യയാകും. ഹാജറ ബീവിന്റെ യോഗ്യത ഉണ്ടെങ്കിലാണ് ഭാര്യയാകുക. അതുകൊണ്ട് എല്ലാവരും അവരവരെ കുറിച്ച് തിരിച്ചറിയണം. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ ചെന്നാല്, ചില സ്ഥലത്ത് നമ്മൾ വാദറിയാണ് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്നാല്, പിന്നെ
കുറച്ച് വയസ്സന്മാരിങ്ങനെ മെല്ലെ അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ രോഗിയൊക്കെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും ഉസ്താദെ എവിടെ എപ്പോഴാ പുറപ്പെട്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറയും, ഉസ്താദെ ചെറുപ്പക്കാരെ പറ്റി നല്ലോണം ഒന്നും പറയോണ്ട് കേട്ടോ പറയും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുമ്പോ ചെറുപ്പക്കാരിങ്ങനെ യൂണിയൻ കൂടിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ വയസ്സന്മാരെ പറ്റി ഒന്ന് പറയോണ്ടോ, ഇവിടെ ഉണ്ട് കുറച്ച് വയസ്സന്മാര്, അവരെ പറ്റി ഒന്ന് പറയോണ്ടോ പറയും. ഇങ്ങനെ കുട്ടികൾ പറയും വലിയവരെ പറ്റി പറയാന്, വലിയവര് പറയും കുട്ടികളെ പറ്റി പറയാൻ, ആണുങ്ങൾ പറയും പെണ്ണുങ്ങളെ പറ്റി ഒന്ന് പറയണ്ടോ, പെണ്ണുങ്ങൾ പറയും ഉസ്താദെ ആണുങ്ങളെ പറ്റി ഒന്ന് പറയണ്ടോ. ആർക്കും അവനാനെ പറ്റി അറിയണ്ട, ആർക്കും അവനാനെ പറ്റി അറിയണ്ട. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നത്, പുരുഷന്മാര് വന്നിട്ട് പറയും, നബിയെ ഭർത്താവ് എന്തൊക്കെയാണ് ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഭാര്യമാര് വന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലേ ഭാര്യ ഭർത്താവിന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അവർക്ക് അവരെ കുറിച്ചാണ് അറിയേണ്ടിയിരുന്നത്, ഞമ്മക്ക് വേറുള്ളവരെ പറ്റിയാണ് അറിയേണ്ടത്. ഇതാണ് വ്യത്യാസം. ഓരോരുത്തരും അവനാനെ പറ്റി പഠിക്കുക. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാനിപ്പോ ഒരു ഭർത്താവാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാൻ ഒരു ഭാര്യയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാനൊരു വാപ്പയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാനൊരു ഭർത്താവിന് ഉമ്മയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഞാനൊരു കുട്ടിയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്. അത് നമ്മൾ ആലോചിക്കൂല. വാപ്പ വിചാരിക്കണ എന്താ വെച്ചാല് ഓ എന്റെ മകനല്ല, ഓ എന്താ ഇങ്ങനെ ഇതാ പറ്റുമോന്നാ. മക്കൾ വിചാരിക്കണ എന്താ മൂപ്പരൊന്നും അല്ലെങ്കിൽ വാപ്പല്ലേ, വാപ്പാരൊക്കെ അങ്ങനെ കുട്ടികളോട് ചെയ്യാൻ പറ്റുമോന്നാ. ഇമ്മ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും ആരും അവനാന്റെ ഭാഗം ചിന്തിക്കണില്ല. എല്ലാവരും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചാൽ എല്ലാ പ്രശ്നം തീർന്നു. ഭർത്താവ് ചിന്തിക്കേണ്ടത് ഞാൻ ഭർത്താവാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം. ഭാര്യ ആലോചിക്കേണ്ടത് ഞാൻ ഭാര്യയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാവരും അവനാനെ കുറിച്ച് ആലോചിക്കണം. അതാരും ആലോചിക്കണില്ല എന്നുള്ളതാണ്. ഒരു പ്രമുഖനായ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മദീനത്തെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു. മദീനത്തുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മെല്ലെ അടുത്തു കൂടിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് നബി തങ്ങൾ മദീനത്തുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കേട്ടു, ആ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു തരില്ല നബി തങ്ങൾ ആരോടും പറയരുത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ പറഞ്ഞു തരാന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തരില്ലേന്ന് ചോദിച്ചു. ഇല്ല എന്തായാലും പറഞ്ഞു തരില്ല പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. അതിൽ ഇന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാ എനിക്ക് ആ ലിസ്റ്റ് വേണ്ട പറഞ്ഞു. ഞമ്മക്ക് വേറുള്ളവരാരൊക്കെ നരകത്തിലുള്ളത് എന്ന് അറിയേണ്ടത് നമ്മളെ കാര്യത്തിൽ ഒരു ബേജാറുമില്ല. നമ്മൾ മാത്രം മുസാഫിലെ നടക്കത്തെ കണ്ടാണ്, ബാക്കിയുള്ളവരൊക്കെ പുറംചട്ടിയാണ്. ഇതാണ് പ്രശ്നം. നമ്മളെ കാര്യത്തിലൊരു ബേജാറ് നമ്മക്കുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീരും. അവനാന്റെ കാര്യത്തിലൊരു ബേജാറ് വേണം. ഭർത്താവിന്റെ വിഷയത്തിൽ ബോധം ഉണ്ടായിരിക്കണം, മക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ബോധം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു. ഉമ്മാനെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് ഒരാളിങ്ങനെ തവാഫ് ചെയ്യാണ്, ഉമ്മാനെ തോളിലേറ്റിട്ട്. നബി തങ്ങളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ബഈറു ഉമ്മി, ഞാൻ ഉമ്മാന്റെ ഒട്ടകാണ്. യമനിൽ നിന്നാണ് ഞാൻ വരുന്നത്. യമനിന്ന് ഉമ്മാനും തോളിലേറ്റിയിട്ട് ഞാനിങ്ങനെ നടന്ന് ഉമ്മാക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് ഇതുവരെ നടന്നു വന്ന് ഞാൻ ഉമ്മാനേറ്റ് ഇങ്ങനെ തവാഫ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്റെ ഉമ്മയോടുള്ള ഹക്കിനെ വീട്ടിയവനാകുമോ എന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ലാ ആവൂല, ഇതുകൊണ്ടൊന്നും ഉമ്മാനോടുള്ള ഹക്ക് വീട്ടിയവനാവൂല എന്ന് പറഞ്ഞു. ഭാര്യ മനസ്സിലാക്കണം, നിന്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് അന്റെ അമ്മായിമാന്റെ കാലിന്റെ ഓട്ടാണ്. ഈ ഒരു വിഷയമാണ് മനസ്സിലാക്കിയാൽ കുടുംബത്തിലെല്ലാ പ്രശ്നവും തീരും. അന്റെ അമ്മായിമാന്റെ കാലിന്റെ ചോട്ടിലാണ് അന്റെ പുതിയാപ്പളന്റെ സ്വർഗം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് വാങ്ങിക്കൊടുക്കൽ അന്റെ ഡ്യൂട്ടിയാണ്. സ്വർഗത്തിലേക്ക് ആരും ഒറ്റക്ക് പോവില്ല, കൂട്ടായിട്ട് മാത്രമേ പോവുള്ളൂ. ഒറ്റക്ക് ഇങ്ങനെ അവനാൽ മാത്രമാണ് തടി മനസ്സിലാക്കാം. അംഫുസക്കും വാഹ്ലീക്കും നാറ, അങ്ങനെ ഒറ്റക്ക് പോകുന്നില്ല. വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്.
ഒറ്റക്ക് അങ്ങനെ പോകാൻ കഴിയൊന്നുമില്ല. അതുകൊണ്ട് ഒപ്പം ആള് വേണം. അത് ഇവരൊക്കെയാണ് ഈ ജീവിതം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ളതാണ്. അതിന് ഭർത്താവിന്റെ ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ എന്നൊരു ബോധം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞ മാതിരി വളരെ കുറഞ്ഞ കാലാണുള്ളത്. ഉമ്മ വാപ്പമാർ പ്രായമെത്തിയാൽ അവരോട് ഉഫിൻ എന്ന് പോലും പറയരുത് എന്ന് പറയും. നമുക്ക് തോന്നും ഓല് മോശമായ പിന്നെ എന്താ കാട്ടുക, ഓലിപ്പ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ കാട്ടുക. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുന്നുള്ളത് കൊണ്ടാണ് ഉഫിൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. 35 വർഷം ബാക്കിലാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ 35 വർഷം മുമ്പിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഓലക്കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല. ഓലല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി എന്ന് പറഞ്ഞത് പ്രവർത്തനത്തിലല്ല, മനസ്സിലാണ്. ഫളല് നൽകുക എന്ന് പറഞ്ഞാല് പ്രവർത്തനത്തിലല്ല. മൻ ഫളല സൗജതുഹു അലാ ഉമ്മിഹി, ഒരാൾ ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം നൽകിയാൽ എന്ന് പറഞ്ഞത് മനസ്സിലാണ്. മനസ്സിൽ ഒരാൾക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം ഭാര്യക്കുണ്ടെങ്കിൽ തന്നെ അവന് ശാപം ഉണ്ടാവുന്ന. അതുകൊണ്ട് മനസ്സിൽ പോലും പറ്റൂല, എന്നിട്ടല്ലേ പ്രവർത്തനത്തിൽ. മനസ്സിൽ പോലും പറ്റാത്ത കാര്യമാണത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിക്കാനുള്ളത് തന്നെയാണ്. ആകെ പഠിക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കുടുംബജീവിതമാണ്. പഠിക്കാൻ ആകെ ഒരു വിഷയമുള്ളൂ, അത് കുടുംബജീവിതമാണ്. ഇത്രയും കാലം പഠിച്ചിട്ട് നമുക്കത് മനോഹരമായി കുറച്ചു കാലം കൊണ്ടെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പറ്റാം. അതുകൊണ്ട് എല്ലാവർക്കും അവരവരെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. ഭർത്താവിന് ഞാൻ ഭർത്താവാണെന്നും എന്റെ ഭാര്യനും മക്കളെയും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടവരാണ് എന്ന ബോധം ഉണ്ടാവണം. ഭാര്യക്ക് ഞാൻ ഭാര്യയാണെന്നും ഭർത്താവിനെയും കുട്ടികളെയും സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നും ബോധമുണ്ടാവണം. എന്നാ സംഗതിയൊക്കെ ഉഷാറാവും, എല്ലാം ഉഷാറാവും. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും നബി തങ്ങൾ ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറയും. ഒരാടിനെ അറുത്താല് അതിന്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. എപ്പോഴും ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറഞ്ഞ്. അപ്പൊ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അജൂസുൻ കഥാവ കഥ, നബിയെ ഖദീജ എന്ന് പറഞ്ഞത് ഒരു തള്ളയല്ലയോ എന്ന് ചോദിച്ചു. വഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഖൈറായ ഭാര്യമാരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ നബിയെ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹ, ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. വലദത്തിനി ഇബ്നഹ, ഓളിന്റെ കുട്ടികളമ്മയാണ് എന്ന് പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുട്ടികളമ്മയാണ് ഖദീജ എന്ന് പറയുന്നത് എന്ന് സയ്യിദുനാ ഹബീബുനാ ത്വാഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ അതിലപ്പുറം പറയേണ്ട ഒരു വർത്താനം? 9500 മീറ്റർ ദൂരമുണ്ട് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക്. 9.5 കിലോമീറ്റർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നു. 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. അപ്പൊ 25ൽ നിന്ന് 40ലേക്ക് 15 കൊല്ലം. വിവാഹം ചെയ്യുമ്പോ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. നുബുവത്ത് കിട്ടുമ്പോ ഖദീജ ബീവിക്ക് 55 വയസ്സ്. നബിക്ക് 40, ഖദീജ ബീവിക്ക് 55. ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്നൊരാഗ്രഹം ഖദീജ ബീവി അറിയിച്ചു. ആയിക്കോട്ടെ, പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ നബി തങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഗോതമ്പ് മാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളവും ഖദീജ ബീവി തയ്യാറായി കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഇറങ്ങി വരും, എന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകും. വരാത്ത ദിവസം ഖദീജ ബീവി കൊണ്ടുപോയി കൊടുക്കും. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആരാ ഉസാമത്ത് ബിൻ സയ്യിദ്? നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. ഓല വീട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് എന്നർത്ഥം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദീജ ബീവിയെ വല്യമ്മ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാന്ന് പറഞ്ഞു. ജബലുന്നൂർ പർവ്വതത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു,
എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം നൽകട്ടെ. പെണ്ണുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ. കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറ് വിളമ്പി കൊടുത്താളി എന്നല്ല. വാപ്പ പള്ളിക്കുന്ന് വന്നിട്ടുണ്ട് ചോറ് വിളമ്പി കൊടുത്താളി എന്നല്ല. 55 വയസ്സാണ് ഖദീജ ബീവിക്ക്. 9.5 കിലോമീറ്റർ 9500 മീറ്റർ ദൂരമാണ് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് ഹിറാ പർവ്വതത്തിലേക്ക്, ഹിറാ ഗുഹയിലേക്കുള്ളത്. ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് കയറാൻ പറ്റൂല. താഴെ എന്നിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കല, കയറലില്ല. അപൂർവമായി ആരെങ്കിലും കയറാണെങ്കിൽ 10 ഓട്ടം വൈക്ക് നിൽക്കണം. കുപ്പിവെള്ളം കൂടെ വേണം എത്തിയേക്കിന് കുടിക്കാന്, ഇല്ലെങ്കിൽ ജീവൻ പോകും. ആ സ്ഥലത്തേക്ക് 55 വയസ്സുള്ള ഖദീജ ബീവി ഗോതമ്പും മാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളമായിട്ട് പോകുമ്പോ മനസ്സിലുള്ളത് ഇന്റെ പുതിയാപ്പളക്ക് ഞാൻ തന്നെ ചോറ് വിളമ്പി കൊടുക്കട്ടെ എന്നാണ്. അല്ലാതെ കുട്ടികളെ ആണ്ട് വിളമ്പി കൊടുത്താളി വാപ്പ വന്നിട്ടുണ്ട് എന്നല്ല. ഇതിനൊക്കെ എന്നാണോ മാറ്റം വരുന്നത് അന്ന് നമ്മൾ നേരാവും. നമ്മൾ ചെയ്യണ്ടേ നമ്മൾ തന്നെ ചെയ്യണം. വെയ്യാത്തവരെ കുറിച്ച് ഞാൻ പറയണില്ല. വെയ്ക്കണോരെന്തിനായി ചെയ്യണത്? ഒരല്പം വെയ്ക്കുമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. വയ്യാത്തതിന് വേറൊരാളെ ഏൽപ്പിക്കാം, വൈക്കണ ഒരു കാര്യത്തിന് വേറൊരാളെ ഏൽപ്പിക്കരുതല്ലോ. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഭാര്യ ചെയ്യേണ്ടത് ഭാര്യയും, ഭർത്താവ് ചെയ്യേണ്ടത് ഭർത്താവും, വാപ്പ ചെയ്യേണ്ടത് വാപ്പയും, ഉമ്മ ചെയ്യേണ്ടത് ഉമ്മയും ചെയ്താൽ സംഗതി ആരായി? ഒരു വാക്കുകൂടിയും പറയുന്നത് ഞാൻ ഇങ്ങനെയാണ്, കുറച്ചൊക്കെ കാര്യങ്ങൾ ഉമ്മയും വാപ്പയും ഓരൊക്കെ ശ്രദ്ധിക്കും കൂടി വേണം. വെറും ഭാര്യനും ഭർത്താവിനും മാത്രം പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പോകാൻ എനിക്ക് കഴിയില്ല. അതിലും ചില കാര്യങ്ങളുണ്ട്. പഴയ കാലത്ത് പിന്നെ രാവിലെ പെണ്ണുങ്ങൾ കുളിച്ച തോർത്തുണ്ട് ഉമ്മ കാണുന്ന രൂപത്തിൽ തോരടാൻ പാടില്ലായിരുന്നു അത്രേ. അപ്പൊ കൊണ്ടാക്കും തൊലാക്കിയല്ലോ. അങ്ങനെ ഞാൻ എത്ര ആലോചിച്ചിട്ടു എന്താ അതിന്റെ പ്രശ്നം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അതില് ഒരു അദബ് കേട് എന്തേലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അത് മറവിലിടാം എന്ന് വെക്കാം. പക്ഷെ ഇങ്ങനെ ബദുരിതുണ്ടാക്കാനും കൊണ്ടയാക്കാനും കാര്യം തീർക്കാനും മാത്രം എന്താ പതിലുള്ളത്? തോർത്തുണ്ട് തോരട്ടു എന്നുള്ള അല്ല പ്രശ്നം, കുളിച്ചു എന്നതാണ് പ്രശ്നം. ഈ ആരാ പറഞ്ഞു തന്നത് ഭാര്യയും ഭർത്താവും ദൂറിന്റെ ശേഷം കുളിക്കാൻ പാടുള്ളൂ എന്ന്? അത് രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്, രാവിലെ കുളിക്കേണ്ടതാണ്. എല്ലാതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മാരും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഞാൻ ഇതാണ്. എന്തായാലും നിങ്ങളെക്കാളിലും ഒരു 10-35 വയസ്സിന് കുറവുള്ളതാണ് കെട്ടിക്കൊടുന്ന മരുവോള് എന്ന് പറഞ്ഞത്. ഇമ്മാന്റെ അതേമാതിരി തന്നെ മരുവോളും ആവണം എന്ന് വിചാരിച്ചപ്പോ എങ്ങനെയാ നടക്കുക? ഒരു 30 കൊല്ലത്തെ ബുദ്ധി വളർച്ച ബാക്കിലാണുള്ളത്, അനുഭവ സമ്പത്തും ബാക്കിലാണുള്ളത്. അതൊന്നും ഉൾക്കൊള്ളാൻ ഉമ്മയും വാപ്പയും തയ്യാറായാൽ ആ ഭാഗവും ക്ലിയർ ആവും, ആ ഭാഗവും ക്ലിയർ ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മക്കളെ മാത്രം പറയുന്നതിന് പകരം ചില കാര്യത്തിലൊക്കെ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഓൽക്കൊന്ന് ഒരു കുട്ടികളെ കാര്യത്തിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും ദുആയുടെ അത്ര പവറുള്ള വേറൊരു ദുആയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മ ദോരന്ന് കുട്ടികളുണ്ടായതാണ്. അല്ല, കണ്ണ് കഴിച്ചിട്ടിയതാണ്, ദോരന്നിട്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ എത്ര ദുആ ചെയ്യാറുണ്ട് എന്നതാണ് പ്രശ്നം. കേടായിട്ട് ദുആ ചെയ്യുന്നതിന് പകരം നല്ലതുകൊണ്ട് തോരന്നാല് മാതാപിതാക്കളുടെ ദുആ കുട്ടികൾക്ക് വേഗത്തിൽ ഇജാബത്തുള്ളതാണ്. നമ്മളെ കുട്ടി നന്നായ നമ്മൾ പറയും 5ാം ക്ലാസ് പൊതുപരീക്ഷയൊക്കെ പാസ്സായി റബീഉൽ അവ്വലിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി സ്വർണ്ണ മെഡലൊക്കെ കിട്ടി സമ്മാനം കിട്ടുമ്പോൾ ഓന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കുപ്പായൊക്കെ നേരാക്കും. എന്തേലും വേണ്ടാത്ത കുരുത്തക്കെട് കാട്ടിയാൽ ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി എന്ന് പറയും. നന്നായ നമ്മളെ കുട്ടിയായതുകൊണ്ടും കുരുത്തക്കേട് കാട്ടിയാൽ കൂട്ടുകെട്ട് മോശമായതുകൊണ്ടും എന്നാണ് നമ്മളെ വെപ്പ്. അങ്ങനല്ല, നന്നായതും അന്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ്, കേടെന്നതും അന്റെ കുട്ടിയായതുകൊണ്ട് തന്നെ. നന്നാക്കിയതും ജന്നെയാണ്, കേടിയെത്തിയതും ജന്നെ. അതുകൊണ്ട് വേറൊരാളെ കുറ്റം പറയാനൊന്നും കരുതി നിൽക്കണ്ട. മക്കളെടുത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. ലോക ചരിത്രത്തിൽ ഉമ്മ നോക്കിയ എല്ലാ കുട്ടിയും നല്ല മനുഷ്യന്മാരായിട്ടുണ്ട്. ഉമ്മാര് നോക്കിയ കുട്ടികളെ വലിയ മനുഷ്യന്മാരായിട്ടുള്ളൂ എന്നുള്ളതാ ശരി. അമ്പിയാക്കളെ തന്നെ പരിശോധിച്ചാൽ ഒരുപാട് നബിമാര്, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്, മൂസ നബി അലൈഹിസ്സലാമിനെ ഉമ്മയാ നോക്കിയത്,
ഈസ നബി അലൈഹിസ്സലാമിനെ ഉമ്മയാന്ന് എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയാണ് നോക്കിയിട്ടുള്ള, വാപ്പ നോക്കിയിട്ടില്ല. അതും 6 വയസ്സ് വരെ നോക്കിയത്. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി എന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നബി തങ്ങളെ ഉമ്മാനെ 6-ാം വയസ്സിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉമ്മാര് മര്യാദക്ക് നോക്കാത്തതാ പ്രശ്നം. നേരങ്ങത്തിൽ നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ തന്നെ മതിയാവും. ഉമ്മ നോക്കിയല്ല, ഗൗസുല്ലാമിനെ ഉമ്മ നോക്കിയതാണല്ലോ. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവറ്. ഗൗസുല്ലാമിനെ ഉമ്മ നോക്കിയതാ. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഉല, ഉമ്മയാണ് 1ാമത്തെ മദ്രസ. അതുകൊണ്ട് കുട്ടികൾ കേടന്നാൽ ഉത്തരവാദിത്തം ഉമ്മാക്കും വാപ്പാക്കും തന്നെയാണ്, വേറെ ആർക്കുമല്ല, വേറെ ഓർക്കുമല്ല. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധം ഉണ്ടാവണം, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചല്ല. ഞാന് സാലിം ഫൈസി എന്ന് പറഞ്ഞ ആള്, ഞാന് എന്റെ വാപ്പാന്റെ കുട്ടിയാണ് എന്നുള്ള നിലക്ക് മകന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടാവണം. ഭാര്യയുടെ ഭർത്താവാണ് എന്ന നിലക്ക് ഭർത്താവിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. എനിക്കുണ്ടാകേണ്ട ബോധം എന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്, അല്ലാതെ ഭാര്യയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചല്ല എനിക്ക് ബോധം ഉണ്ടാകേണ്ടത്. ഭാര്യക്ക് ഉണ്ടാകേണ്ടത് ഭർത്താവ് ചെയ്തു തരേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബോധമല്ല, ഭാര്യ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യരും അവരവരെ കുറിച്ച് ബോധമുള്ളവരായി തീരുക എന്നതാണ് എനിക്കിവിടെ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പുണ്യമായ ഇബാദത്താണ് നിക്കാഹ്. അതുകൊണ്ട് ആ നിലക്ക് തന്നെ അതിനെ കാണാനും അതിനെ അനുഷ്ഠിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തആല നമുക്ക് കൂലി തരും, എല്ലാവരും കൂലി തരും. നമ്മളിൽ എത്ര പേർക്ക് അറിയും മുറ്റം അടിച്ചു വാരിയാൽ ഈമാൻ കൂടുമെന്ന്? മുറ്റടിച്ചു വാരിയാൽ ഈമാൻ കൂടും. എന്താ കാരണം? അന്നവാഫത്ത് മിനൽ ഈമാൻ എന്ന് ഹദീസിലുണ്ട്. വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹദീസിലുണ്ട്. വൃത്തി ഈമാന്റെ ഭാഗമാണ്. ബാത്റൂം കഴുകിയാൽ ഈമാൻ കൂടും. ഈമാൻ കൂടുന്ന ഒരു അമലാണ് ബാത്റൂം കഴുകലെങ്കിൽ അതിന് നമ്മൾ എന്തിനാ വേറൊരാളെ കാത്തുക്കുന്നത്? നമ്മകൻ ചെയ്താൽ പോരെ. ആർക്കാപ്പൊ ഈമാൻ കിട്ടിയാത്തേക്ക? ഒരു മനുഷ്യനും ഈമാൻ കിട്ടിയാത്തേക്കില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മളാണ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അന്നദാഫത്തു മിനൽ ഈമാൻ അത്തഹൂറു ശത്റുൽ ഈമാൻ. ഇങ്ങനെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സ്വർഗീയമായ ഒരു അമലായി പരിശുദ്ധമായ കുടുംബജീവിതത്തെ നമ്മൾ കാണണം. മൻ അറാദ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസ്ൽ റഹിമഹു. പരിശുദ്ധമായ എല്ലാ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട ഇബാദത്തായി കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പറയും. ഇപ്പൊ പെരുന്നാളിന്റെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലത്തുർ റഹം എന്ന കുടുംബബന്ധം ചേർക്കല്. ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ്, ഓല് ഇങ്ങോട്ട് നേരങ്ങത്തിലല്ലെങ്കിലോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാ, പക്ഷെ ഓല് ഇങ്ങോട്ട് നേരങ്ങത്തിലല്ല, അപ്പോഴോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, ഓല് ചൂടുള്ള വെണ്ണൂർ തിന്നുന്ന മനുഷ്യന്മാരായി മാറി എന്ന് പറഞ്ഞു. ഓല് തിജി തിന്നണേന് നമ്മളെന്താ കാട്ടുക? ഇജ്ജ് തിന്ന് തിന്നുണ്ടാന്നർത്ഥം. എന്നാ നീ ചെയ്യുന്നതാണ് ശരി. മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, ഞമ്മക്ക് മാറാനേ കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. ഒരാളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒരാടിനെ കൊടുന്നിട്ട് നല്ലൊരു ഒരു ബക്കറ്റില് കഞ്ഞിവെള്ളവും പുണ്ണാക്കും ഒക്കെ കൂടിയും കലക്കിയിട്ട് ആടിന്റെ തല ഇങ്ങനെ പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ. വലിക്കല് ആടന്നെ വലിക്കണം, എന്നാലേ ഈ സംഗതി മേലക്കണ് കയറുള്ളൂ. വേറൊരു മനുഷ്യനെ നന്നാക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല. നമുക്ക് നന്നാവാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമേ സാധ്യമുള്ളൂ. എപ്പോഴും ശൈത്താന്റെ ഒരു പരിപാടിയുണ്ട്. എന്താ ശൈത്താന്റെ പരിപാടി അറിയങ്ങള്? ന്യായം പറഞ്ഞു തരിക എന്നൊരു പരിപാടി. ഒരു വയസ്സനും ഒരു കുട്ടിയും തമ്മിൽ തെറ്റി. ഒരു ചെറിയ കുട്ടി ഒരു വയസ്സനും തമ്മിൽ തെറ്റി. എന്നാല് ശൈത്താൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വയസ്സന്റെ അടുത്ത് വന്നിട്ട് പറയും, എന്തായാലും ഇപ്പൊ നിങ്ങളൊരു വയസ്സനല്ലേ, ആ കുട്ടി നിങ്ങളോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും. അപ്പൊ മൂപ്പർക്കും തോന്നും, അത് ശരി തന്നെ, ഞാനൊരു വയസ്സൻ തന്നെയാണ്, ആ കുട്ടി ചെയ്തത് ശരിയായില്ല. കുട്ടികൾ അതേ ശൈത്താൻ പിന്നെ ചെല്ലും. എന്നിട്ട് പറയും, എന്ത്
എന്തായാലും അയാൾ നാളും പ്രായമൊക്കെ ഉള്ള കുറെ അനുഭവ സമ്പത്തൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ, അയാൾ എന്നോട് ഈ ചെയ്തത് ശരിയായില്ല, ഇജ്ജൊരു ചെറിയ കുട്ടിയല്ലേ എന്നറിയാം. അപ്പൊ കുട്ടിക്കും തോന്നുന്നത് അത് ശരിയാ, ഞാൻ ഒരു ചെറിയ കുട്ടിയാണ്, അയാൾ ചെയ്തത് ശരിയായില്ല. എപ്പോഴും മറ്റോര് ചെയ്തത് ശരിയായില്ല എന്നാണ് നമ്മക്ക് തോന്നല്, നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നലില്ല. എന്ന് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ പറ്റുമോ അന്ന് നേരാവും, ഏത് മനുഷ്യനും നേരാവും. ഇപ്പൊ ഖുർആനില് ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരായത്തുണ്ട്. വലക്കത് കറംനാ ബനി ആദമ, ആദമിന്റെ മോനെ ബഹുമാനിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. മനുഷ്യൻ എന്നതിന് ഖുർആനിൽ വേറെ വാക്കുണ്ടല്ലോ. ഖുർആനില് ഇൻസാന്, നാസ്, ബഷർ തുടങ്ങിയ വാക്കുകളൊക്കെ മനുഷ്യൻ എന്നതിന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മകനായി എന്നതാണ് ബഹുമാനത്തിന്റെ കാരണം. ആദം വല്ലിപ്പാന്റെ മക്കളെന്നല്ലേ ഇപ്പൊ നമ്മളെല്ലാരും. പിന്നെന്താ ഇത്ര പറയാനുള്ളത്? അത് പറയാൻ മാത്രമുണ്ട്. ഓൻ വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയപ്പോ വാപ്പാന്റെ സ്വഭാവം ഉണ്ടായാല് നിങ്ങൾ ശ്രദ്ധിക്കണേ. വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയും, വാപ്പാന്റെ സ്വഭാവം ഉണ്ടായാല്. ആദം വല്ലിപ്പാന്റെ മോനായാൽ ബഹുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആദം വല്ലിപ്പാന്റെ സ്വഭാവം ഉണ്ടായാൽ. എന്താ ആദം വല്ലിപ്പാന്റെ സ്വഭാവം എന്ന് അറിയാം നിങ്ങൾക്ക്? ആദം വല്ലിപ്പാനോട് സ്വർഗത്തു നിന്ന് അല്ലാഹു തആല ഒരു കനി പറിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയെ പിശാച് ശിപ്പാക്കിയിട്ട് ആ മരത്തുമ്മ കയറി. ഖുർആൻ അത് മറന്നിട്ട് ചെയ്തതാണ്. ഫലം യജിദ് ലഹു അസ്മ എന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു. ആദം നബി സ്വർഗത്ത് നിന്ന് ഭൂമിക്ക് പോയി. ഭൂമിയും കഴിഞ്ഞ് മഹ്ശറേക്ക് ഖിയാമത്ത് നാളിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോ ആദം വല്ലിപ്പാന്റെ അടുത്ത് ചെന്നിട്ട് പറയും, വല്ലിപ്പ ഞങ്ങള് മഹ്ശറയിൽ ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കൊയങ്ങി, ഒന്ന് അള്ളാനോട് പറഞ്ഞിട്ട് ഹിസാബ് നടത്തി സ്വർഗത്ത് കാലും വേണ്ടില്ല നരകത്ത് കാലും വേണ്ടില്ല ഇവിടെ നിന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ വല്ലിപ്പ പറയും, കുട്ടികളെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. തെറ്റല്ല എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അശ്രദ്ധയുടെ മേലിലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുക എന്നതാണ് ആദം വല്ലിപ്പാന്റെ പ്രത്യേകത. ഇതാണ് ആദം നബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മളൊരു 100% ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താലും 24 മണിക്കൂറിനുള്ളിൽ ശൈത്താൻ അതിന്റെ ന്യായം പറഞ്ഞു തരും. ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്തു 24 മണിക്കൂറിനുള്ളിൽ ശൈത്താൻ വന്നിട്ട് പറയും, അതിപ്പോ അങ്ങനെ ആവുമ്പോ ഇങ്ങനെ അല്ലാതെ പിന്നെ ഇപ്പൊ എങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും. അപ്പൊ നമ്മക്കും തോന്നും അത് ശരിയാണ്, അങ്ങനെ ആവുമ്പോ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. തൗബ ചെയ്യാൻ വരെ തോന്നൂല എന്നുള്ളത് നമ്മളൊരു വലിയ പരാജയമാണ്. ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്താൽ അപ്പൊ തന്നെ എന്റെ അടുത്ത് അബദ്ധം പറ്റി സാരല്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ തോന്നൂല. എന്നുള്ളതാണ്. സമയം വൈകുന്നതിനനുസരിച്ച് ചെയ്യാൻ തീരെ തോന്നാതെയാവും. 24 മണിക്കൂറിനുള്ളിൽ പിശാച് അതിന്റെ ന്യായങ്ങൾ കൊണ്ടുവന്നു തരും എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കൽ പറ്റുന്ന അബദ്ധങ്ങളുടെ പേരിൽ നമുക്ക് ഖേദിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉഷാറാണ്. കുടുംബജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സാമൂഹികമായ ജീവിതം, വ്യക്തിപരമായ ജീവിതം, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇബ്രാഹിം നബിന്റെ വേറൊരു ദുആ ഉണ്ട്. നാളെ മഹ്ശറയിൽ ഒരു മനുഷ്യൻ ഖേദിക്കേണ്ടി വരുന്ന ഒരു രംഗത്തെ കുറിച്ചുള്ള ഒരു ദുആ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചോനെ റബ്ബിലാ തുഹ്സിനി ഹീന യുബാസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷനാക്കരുതേ. ഹീന യുബാസൂൻ, ബീസത്തിന്റെ നാളില്, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നീ എന്നെ ടെൻഷനാക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ, നോക്കി എല്ലാരും നോക്കി, ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരമില്ലാത്ത ദിവസം എന്നെ നീ ടെൻഷനാക്കരുതേ.
എന്ന് പറഞ്ഞാല് മക്കളും മുതലും ഉപകാരം ചെയ്യൂലെന്നല്ല, അങ്ങനല്ല ഉള്ളത്. മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ്. ആർക്ക്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യുമെന്നാണ്. നമുക്കിപ്പോ എന്തിനാ കുട്ടികള്? നമുക്ക് കുറെ കുട്ടികളുണ്ടല്ലോ, എന്തിനാ കുട്ടികള്? അപ്പൊ നമ്മളെ കൽബി നമ്മളോട് ആദ്യം പറയുന്നത് വയസ്സാവുമ്പോ നോക്കാൻ എന്നാണ്. ഫസ്റ്റ് പറയാതാണ്, പ്രായമാകുമ്പോൾ നോക്കാൻ എന്നാണ്. വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യം അല്ലാഹു തആലക്ക് ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കുട്ടിയായപ്പോൾ നമ്മളെ നോക്കിയ അല്ലാഹു തആല. നമ്മളെ ഉമ്മ നോക്കാൻ തുടങ്ങിയത് എപ്പോഴാ? പുറത്തേക്ക് വന്നതിന്റെ ശേഷമാണ്. ഒരു മനുഷ്യൻ ആദ്യമായി കണ്ണു തുറന്നു നോക്കുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. ആദ്യമായിട്ട് വെള്ളത്തിലാണ് കണ്ണു തുറക്കുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇനി ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവമുണ്ട്. ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു സമയത്ത് സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാവും. ആ ബീജങ്ങൾ ഫെലൂപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ ഒരു വലിയ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ട മത്സരം നടത്തുകയാണ്. ഭയങ്കര ഓട്ടാണ്. നമുക്ക് ഓട്ട മത്സരത്തിന്റെ ഗൗരവം കാണാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? നമ്മൾ കാണുന്ന ഓട്ട മത്സരം ഇവിടെയാണ്. വാസ്തവത്തിൽ ഒരു സമയത്ത് സ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം എത്രയെന്ന് മനസ്സിലാക്കണം. അപ്പോഴേ ഓട്ട മത്സരത്തിന്റെ ദൂരം കിട്ടുള്ളൂ. ആയാദ്യ ഓട്ടാണ് ഓടുന്നത്, വലിയ ഓട്ടം. ലോകത്തെ ഏറ്റവും വലിയ കൂട്ടോട്ട മത്സരമാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് ഓടുന്ന ഓട്ട മത്സരം. ആ ഓട്ട മത്സരം കഴിഞ്ഞ് ഏറ്റവും മുമ്പിലെത്തിയ ഒരു അണു ഉമ്മയുടെ പക്വത എത്തിയിട്ടുള്ള അണ്ടവുമായി അതിന്റെ അടുക്കൽ ചെന്നിട്ട് ഒന്ന് വാതിലിൽ മുട്ടും. വാതിലിൽ മുട്ടുമ്പോ പാകമായ അണ്ടം വാതിൽ തുറന്നു കൊടുക്കും. എങ്ങനെ? ഇങ്ങനല്ല, ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ. ആ സമയത്ത് ഈ ചെന്ന സാധനം അണു അതിന്റെ മസ്തിഷ്ക കോശത്തെ മാത്രം, ബ്രെയിൻ കോശത്തെ മാത്രം ഉള്ളിലേക്ക് കടത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്യുന്നു. എത്രയാണ് പൈസ? അപ്പൊ എന്ത് ചെയ്യും? അണ്ടം അതിന്റെ വാതിൽ കൂട്ടി അതിന്റെ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ സാധനമാണ് ഇപ്പൊ ഈ നീച്ചെന്ന് പ്രസംഗിക്കണ ഞാൻ എന്ന് പറഞ്ഞ സാധനം. ഈ പറഞ്ഞ സാധനം അല്ലാഹു അല്ലാതെ വേറെ ആരും ഇതിന്റെ നിയന്ത്രണം നടത്തുന്നേയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ വളർന്ന് വലുതായി അവൻ പുറത്തേക്ക് വന്ന് ജീവിച്ച് എന്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നത്? നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. മര്യാദക്ക് 3 പ്രാവശ്യം വയറ്റുന്നു പോയാലും നീച്ചിക്കാൻ പറ്റൂല. ഒരു 2 പ്രാവശ്യം ഛർദിച്ചാൽ പിന്നെ കുഴങ്ങിയിട്ട് നിൽക്കാൻ പറ്റാം. അപ്പൊ ഈ വയറ്റുന്ന് പോയപ്പോ പോയ സാധനമാണ് നമ്മളെ നീപ്പിച്ച് നിർത്തിയെന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇങ്ങനെ മനുഷ്യനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നിലക്ക് സംവിധാനിച്ച് നമുക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്ത് നമ്മുടെ ഉമ്മയിലൂടെ നമ്മളെ അവൻ അള്ളാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിലല്ല, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് അവന്റെ ഉമ്മയുടെ മാറിടത്തിൽ പാചകം ചെയ്ത ഭക്ഷണത്തെ അള്ളാഹു തആല ഒരുക്കി. പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്താൽ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ കാച്ചിട്ട് വേണം കൊടുക്കാൻ. വെള്ളം പാർന്ന് നേർപ്പിച്ച് കാച്ചി റെഡിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. മുലപ്പാല് കാച്ചി കൊടുക്കാറില്ല. കാരണം അത് കാച്ചിയ പാലാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരു കുട്ടി തൊട്ടിലിൽ കിടന്ന് ഉണരുന്ന സമയത്ത് 5 കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മയെങ്കിലും ഉമ്മയുടെ മുലയിലേക്ക് പാൽ ഇറങ്ങി വരികയും എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ആരാണ് ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ നമ്മൾ കുട്ടിയായപ്പോ നമ്മളെ നോക്കിയ അല്ലാഹു തആലക്ക് വയസ്സാവുമ്പോ നോക്കാൻ എന്തിനാ ഒരു കുട്ടി? അതിന്റെ ആവശ്യമില്ല. നമുക്ക് വലിയൊരു ധാരണ പെശകാണ്. പ്രായമാവുമ്പോൾ നോക്കാൻ എന്നാണ് നമ്മൾ കുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിക്ക് വരിക. അതിന് കുട്ടിന്റെ ആവശ്യമില്ല. അപ്പോഴാണ് ഐഡിയ കിട്ടിയത്. കുറെ സ്വത്തും മുതലും സൂപ്പർ മാർക്കറ്റും പരിപാടിയും ജ്വല്ലറി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു അനന്തരാവകാശി വേണ്ട, അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകൂലേ. രണ്ടാമത്തെ തോന്നലാണത്. ആരെ പറഞ്ഞത് അതിന് അനന്തരാവകാശി വേണമെന്ന്? ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്മാർ അമ്പിയാക്കളാണ്. അവർക്ക് അനന്തരാവകാശികളില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സ്വത്തിൽ അനന്തരെടുക്കാൻ ആരുണ്ടായിട്ടില്ല. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ്. സ്വത്തിൽ അനന്തരെടുക്കാൻ നഹ്നു മആശിറൽ അംബിയാ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമെടുക്കാത്തവരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അനന്തരം എടുക്കാൻ കുട്ടിനെ വേണ്ട. ഇനിയിപ്പോ അല്ല ഉണ്ടായില്ല, എന്നിട്ട് അവസാനം ആരും ഉണ്ടായില്ല, കുടുംബത്തിൽ ആരും അവന്റെ മുതലെടുക്കാനില്ല. അവസാനം ഗവൺമെന്റിക്ക് കണ്ടുകെട്ടിന്നിരുക. എന്നാ മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കോ, ആടാ ഇജ് കുറെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിക്ക് കൊടുത്തൂല്ലേ എന്ന് ചോദിച്ചാണ്ട് അടിച്ചോ? ഇല്ലേ, അത് നമുക്ക് വെറുതെ ധാരണ പെശകാണ്. അങ്ങനെയൊന്നും സംഭവിക്കൂല, അതൊന്നും ഉണ്ടാവില്ല. സ്വത്തിൽ അനന്തരം എടുക്കാനൊന്നും കുട്ടിനെ വേണ്ട. പിന്നെ എന്തിനാ കുട്ടി? അത് തീരുമാനിച്ചാൽ ഈ ക്ലാസ് മുതലായി. എന്തിനാ ഞമ്മക്ക് കുട്ടി? ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് പറയും ചിലര്. ആരോഗ്യം അനുവദിച്ചാൽ എന്താ, ഒരാരോഗ്യം ഇല്ലാതെ അന്നെ കൊണ്ടുപോയി ഹജ്ജ് നിർവഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ റബ്ബിന് കഴിയൂലേ? കഴിയുമല്ലോ. പിന്നെ എന്തിനായും ആരോഗ്യത്തോടെ കണക്ട് ചെയ്തിട്ടുള്ളത്? തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്തൊല്ലം പോകണമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, തൗഫീഖാണ് ഏറ്റവും പ്രധാനം, ആരോഗ്യമൊന്നും പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ട് പ്രായമാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട, ചെറുപ്പത്തിൽ നോക്കിയ അള്ളാഹു തആലക്ക് പ്രായമാവുമ്പോൾ നോക്കാൻ ഒരു പ്രയാസമില്ല. സ്വത്തിൽ അനന്തരം എടുക്കാൻ കുട്ടികളെ വേണ്ട, സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോയി എഴുതിയിട്ട് മശറയിൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ആ യാതി പ്രശ്നമൊന്നും വിചാരിക്കണ്ട. പിന്നെ എന്തിനാ കുട്ടി? ഉമർ റളിയല്ലാഹു പറഞ്ഞ ഒരു കാര്യം ഉണ്ട്, അതിനാണ് കുട്ടി. എന്താ ഉമർ റളിയല്ലാഹു പറഞ്ഞവര്? നിങ്ങള് ഉമർ റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ഓ, വലിയൊരു രംഗ. കോടിക്കണക്കിന് മനുഷ്യന്മാര് നാളെ മഹ്ശറിൽ ഇങ്ങനെ വരി നിൽക്കും. ഒരു ഭാഗത്ത് 90 വരികളിലായി മുത്തുനബിയുടെ ഉമ്മത്തുണ്ടാവും. 120 വരികളിലാണ് സ്വർഗത്തിലേക്ക് നിൽക്കുക. 120 വരി. അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുത്തുനബി നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അഭിമാനം പറയുന്ന വരിയിൽ നിർത്താൻ, അള്ളാഹുവേ എനിക്ക് കുട്ടികളെ തരണേ എന്ന ലക്ഷ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ലെന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിനും നമുക്ക് കുട്ടികളെ ആവശ്യമില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്ലാസ് മുതലായി. വേറൊന്നിനും നമ്മൾ കുട്ടികളെ വേണ്ട, വേറുള്ളതൊക്കെ അള്ളാഹ് നടത്തും. ഞമ്മക്ക് കുട്ടീനെ ആവശ്യമുള്ള ഇതിനാണ്. 120 വരി സ്വർഗത്തിൽ നിൽക്കുമ്പോ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിൽക്കുമ്പോ അതിന് ഞമ്മളെ വക ഒരു സംഭാവന ഇല്ലെങ്കിൽ ഞമ്മളെന്തിനാ പറ്റുക? അതിനാ കുട്ടി, അതിനാണ് കുട്ടി. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല, ഉറപ്പല്ലേ? ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല. ആ കുട്ടി മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാതെ പോകൂല. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്കും ഉമ്മാക്കും ദോരക്കാതെ പോകൂല. ലക്ഷ്യം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഭൂമിയിൽ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൂമിയിൽ വിജയമുള്ളത് ആ കാര്യങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ വിഷയവും നബി തങ്ങളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളും അതിലേക്കാണ്, കല്യാണം അതിലേക്കാണ്, എല്ലാ വിഷയവും അതിലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയേക്കാൾ, വാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, മക്കളെക്കാൾ, വീടിനേക്കാൾ, കച്ചവടത്തെക്കാൾ, എല്ലാറ്റിനേക്കാളും ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാകുന്നത് വരെ നിങ്ങൾ പരിപൂർണ്ണ മുഅ്മിനാവൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം മുഹമ്മദീയ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം കുടുംബജീവിതം. അപ്പൊ എല്ലാം വിജയിക്കും, എല്ലാ കാര്യങ്ങളും വിജയിക്കും. ഇല്ലെങ്കിൽ എല്ലാ വിഷയവും പരാജയപ്പെടും. ഈ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യനെത്തിയാല് ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വലിയ വലിയ ആനന്ദങ്ങളായി മാറും. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വലിയ വലിയ രസമുള്ള കാര്യങ്ങളും വലിയ വലിയ ആനന്ദങ്ങളുമായി മാറും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് കുടുംബജീവിതത്തിന് കുറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഭാര്യയോട് നീ എന്റെ ഭാര്യയല്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഭാര്യ അല്ലാതെയായി.
ഉമ്മാനോട് ഒരാൾ 1000 പ്രാവശ്യം നിങ്ങൾ എന്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും അത് ഉമ്മ തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണം വരെ അവശേഷിപ്പിക്കുന്ന ഏക അടയാളമാണ് ഉമ്മയുടെ അടയാളമാകുന്ന പൊക്കിൾ കൊടി എന്ന് പറയുന്ന പൊക്കിളിന്റെ ഭാഗം. നമ്മുടെ സെന്ററാണ് യഥാർത്ഥത്തിൽ പൊക്കിൾ എന്ന് പറഞ്ഞത്. കാല് മുതൽ മൂർധ വരെയുള്ള സ്ഥലത്തിന്റെ സെന്റർ ഭാഗത്തേക്കാണ് ഉമ്മയിൽ നിന്ന് കണക്ഷൻ തന്നിട്ടുള്ളത്. ലോകത്ത് ഒരുപാട് കേബിളുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കല്ലിങ്ങനെ കുഴിച്ചിട്ടിട്ട് പച്ചയും ചുവപ്പൊക്കെ പെയിന്റ് ചെയ്തിട്ട് OFC എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇന്റർനെറ്റിന്റെ കണക്ഷനുകളും അതിന്റെ മെസ്സേജുകളും ഒക്കെ കടന്നു പോകുന്ന പൈപ്പാണ്. വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ആ ബോർഡിന്റെ അർത്ഥം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. കോടിക്കണക്കിന് ഡാറ്റകൾ ഒരേ സമയം ആ ചെറിയ പൈപ്പിനുള്ളിലൂടെ കടന്നു പോകും എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ മനസ്സ് കണക്ഷൻ കൊടുക്കാനുള്ള കേബിള് പൊക്കിൾ കൊടിയല്ലാത്ത വേറൊരു കേബിളും ഇല്ല എന്നുള്ളതാണ്. വേറൊരു കേബിളും മനസ്സ് കണക്ഷൻ കൊടുക്കാനില്ല. ഉമ്മാന്റെ മനസ്സ് കണക്ഷൻ തന്നിട്ടാണ് നമ്മൾ ഇത്ര വലുതായിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഒരു പെണ്ണ് തന്റെ ആഗ്രഹങ്ങൾ വരെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാണ്. എല്ലാ ആഗ്രഹവും. ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് തോന്നും 2 അച്ചിപ്പുളിങ്ങ കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് സിട്രിക് ആസിഡ് ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സിട്രിക് ഒരു ഉമ്മാക്ക് ഇങ്ങനെ ഗർഭമുള്ള സമയത്ത് 2 ഇല മുരിങ്ങന്റെ ഇല എവിടുന്ന കിട്ടുക എന്നിങ്ങനെ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മയുടെ ആഗ്രഹങ്ങൾ വരെ നമുക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ വളർന്നു വന്നു. 2 മനുഷ്യന്മാരിങ്ങനെ അടുത്തിരിക്കുകയാണെങ്കിൽ തോളിൽ ഇങ്ങനെ അരമണിക്കൂർ കൈയിട്ടിരുന്നാൽ മെല്ലെ കൈയെടുത്തുകൊണ്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കും. കാരണം അരമണിക്കൂർ നമ്മൾ തോളിൽ ഒരാൾ കൈയിട്ടിരിക്കുന്നത് വരെ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ താഴെ ഇറങ്ങാതെ 9 മാസം ഇരുന്നിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. 9 മാസം ഇരുന്നിട്ടുണ്ട്. എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ ഉമ്മാക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ബിരിയാണി തിന്നപ്പോൾ ഉമ്മാക്ക് ബിരിയാണി തിന്നാൻ പറ്റിയിട്ടില്ല. എല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിച്ചപ്പോൾ ഉമ്മാക്ക് അത് പറ്റിയിട്ടില്ല. ജീവിതത്തിലെ പല രാത്രികളും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളെ സ്നേഹിച്ച് വളർത്തുന്നതാണ് ഉമ്മ. ഉമ്മാക്ക് പകരം വെക്കാൻ ഉമ്മയല്ലാതെ വേറൊന്നുമില്ല. ഉമ്മാക്ക് പകരമായിട്ട് വേറൊന്നുമില്ല. അത് ഉമ്മ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് മുറിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഉമ്മയോടുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ബന്ധം പോയാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം പോകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ലോകത്തെ എല്ലാ വിഷയത്തിലും തർക്കാണ്. കൈ എവിടെ കെട്ടേണ്ടത്, കുനൂത്ത് ഓതണോ, തറാവി എത്ര റക്അത്താണ്, അള്ളണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഒരു സംശയവും ഇല്ല. എന്തേ കാരണം? അത് ഉമ്മ പറഞ്ഞതാണ് എന്നുള്ളതാണ് സംശയമില്ലാത്തതിന്റെ കാരണം. ഉമ്മയാണ് നമുക്ക് അള്ളാനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും മുറിയാത്ത ബന്ധം. ആ ബന്ധം നമ്മൾ മുറിച്ചാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഉമ്മയോടുള്ള ബന്ധം, വാപ്പയോടുള്ള ബന്ധം, കുടുംബത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ വേറൊരാളെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കായിട്ടല്ലല്ലോ ഓര് ശ്രദ്ധിക്കായിട്ടാണ് എന്നല്ല നമുക്ക് തോന്നുക. അതൊരു തെറ്റായ ധാരണയാണ്. വേറൊരാൾ നമുക്ക് വേണ്ടി ശ്രദ്ധിക്കൂല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. വേറൊരാൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നേരാവൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നേരാവാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എനിക്ക് മാറാനേ കഴിയൂ, മറ്റൊരാളെ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഞാനാണ് മാറേണ്ടത്, വേറൊരാളെ മാറ്റല്ല വേണ്ടത്. എനിക്ക് എന്തെല്ലാം വിഷയത്തിൽ മാറാൻ കഴിയുമോ ആ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വേണം. അപ്പോഴാണ് എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത്. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ആ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും വളർത്താൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളെയും വെക്കുന്നുണ്ട്. കുടുംബജീവിതം ഉദാഹരണമായിട്ട് എടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും എല്ലാ അമ്പിയാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് വിവാഹം. എന്റെയും ചര്യയാണ് വിവാഹം. അതുകൊണ്ട് എന്റെ ചര്യയെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ വിവാഹം ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങളുണ്ട്.
സയ്യിദുന ആദം അലൈഹിസ്സലാമും ഹവ്വ ബി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം, നബിയും ഖദീജ ബിയും തമ്മിലുള്ള വിവാഹം, നബിയും ആയിഷ ബിയും തമ്മിലുള്ള വിവാഹം, അതിനു മുമ്പ് തന്നെ കഴിഞ്ഞു പോയ ഒരുപാട് കല്യാണങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബിയെ വിവാഹം ചെയ്ത്, സാറാ ബിയെ വിവാഹം ചെയ്ത്, ചരിത്രത്തിൽ ഒരുപാട് കല്യാണങ്ങളെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നല്ല കുടുംബജീവിതം. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മറ്റൊരാൾ മാറണം, ഭാര്യ മാറണം എന്ന് ഭർത്താവ് ആഗ്രഹിക്കരുത്, ഭർത്താവ് മാറണം എന്ന് ഭാര്യ ആഗ്രഹിക്കരുത്, മക്കൾ മാറണമെന്ന് ഉമ്മി വാപ്പി ആഗ്രഹിക്കരുത്, ഉമ്മി വാപ്പി മാറണമെന്ന് ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കരുത്. ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഞാനാണ് മാറേണ്ടത്, ഇന്റെ അടുത്താണ് അബദ്ധം, ഞാനാണ് നേരാവേണ്ടത് എന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവനവൻ നേരാവാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഖകരമായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അത്തരത്തിലുള്ള കുടുംബജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കട്ടെ. ഇരുവീട്ടിലും അള്ളാഹു നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.